എല്ലാ വകുപ്പുകളും ഒഴിവുകൾ മുൻകൂട്ടി PSCയെ അറിയിക്കണമെന്ന സർക്കുലറുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. 2025 ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ ഈ മാസം 25-ാം തീയതിക്കകം റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് ഉമേഷ്, ഈ വാർത്തയുടെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് ഈവനിങ് സ്കാൻ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിരവധി പേർ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് PSC പഠനവും സർക്കാർ ലിസ്റ്റിലും PSC ലിസ്റ്റിലുമെല്ലാം കയറിപ്പറ്റി പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതുപ്രകാരം 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെ ഓരോ വകുപ്പിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ, അതായത് പലരും മെയ് ജൂലൈ ജൂൺ മാസങ്ങളിലെല്ലാം വിരമിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വിരമിച്ച് ഒഴിവ് വരാൻ സാധ്യതയുള്ള ഒഴിവുകളാണെങ്കിൽ പോലും ഈ മാസം 25-നകം PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് കൃത്യമായി ഒഴിവുകൾ വരാൻ സാധ്യതയില്ല എങ്കിൽ അക്കാര്യവും റിപ്പോർട്ട് ചെയ്യണം. അത് കൃത്യമായി പരിശോധിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പലപ്പോഴും സർക്കാർ വകുപ്പുകളിൽ സൂക്ഷിക്കാറുണ്ട്. അത് പലപ്പോഴും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനോ വേണ്ടിയെല്ലാം അത്തരത്തിൽ ചെയ്യാറുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഈ 2025 നടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് എടുത്തിരിക്കുന്നത്. മുൻകൂട്ടി, അതായത് 2025 റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഒഴിവുകളും മുൻകൂട്ടി തയ്യാറാക്കണം. ഈ തയ്യാറാക്കി ഡിസംബർ 25, അതായത് ഈ മാസം 25-ാം തീയതി തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ച് ഒഴിവുകൾ വരുന്നതിനനുസരിച്ച് PSC ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് നിയമനവും നടത്തി മുന്നോട്ട് പോകും. എന്തായാലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ മറ്റ് സ്ഥാനക്കയറ്റങ്ങളോ മറ്റ് താൽക്കാലിക നിയമനങ്ങളോ നടത്താൻ പാടില്ല എന്നും ഈ സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. SKN.